ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വയനാട് മണ്ണിടിച്ചിലിൽ 4 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. അപകടം ദൗർഭാഗ്യകരമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. അഴീക്കോട് അഴിമുഖത്ത് തിരമാലയിൽപ്പെട്ടുലഞ്ഞ വള്ളത്തിൽ വീണ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി മുത്തുവാണ് പിടിയിലായത്. കൊടകരയിൽ പാഴ്സൽ ലോറിയിൽ രാസലഹരി കടത്തിയ കേസിൽ ഒളിവിലായ പ്രതി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി അജ്മലാണ് പിടിയിലായത്. പുത്തൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൊങ്ങമ്പാറ സ്വദേശി ബദ്രിനാഥാണ് മരിച്ചത്. അപകടം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്നും ഷോക്കേറ്റ്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കത്തിക്കയറുന്നു. ജില്ലയിൽ ഇറച്ചിക്കോഴിക്ക് റീറ്റെയിൽ വില കിലോയ്ക്ക് 173 രൂപ കടന്നു. വില വർധനവിന് കാരണം കോഴിത്തീറ്റയ്ക്ക് വില കൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന് മുന്നിൽ കീഴടങ്ങി പോർച്ചുഗൽ. ആതിഥേയരായ അമേരിക്ക പുറത്ത്. ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിലിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 4 പേരെ കാണാനില്ല. 9 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റണമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നതാണെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മണ്ണ് മാറ്റണമെന്ന് 20-ന് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായ സാഹചര്യത്തിൽ മന്ത്രിമാരോട് വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി T സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. വയനാട് കള്ളാടി തുരങ്കപാതയുടെ പണികൾ നടക്കുന്ന സ്ഥലത്താണ് അപകടം. പാലത്തിനടുത്തുള്ള കുന്നിടിഞ്ഞ് നിർമ്മാണ സ്ഥലത്തേക്ക് വീഴുകയായിരുന്നു. കൂടുതൽ പേർ അപകട സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. തൊഴിലാളികളുമായി വന്ന 2 ബസ്സുകളും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. അഴീക്കോട് അഴിമുഖത്ത് തിരമാലയിൽപ്പെട്ടുലഞ്ഞ വള്ളത്തിൽ വീണ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ശിവശക്തി എന്ന വള്ളത്തിലെ തൊഴിലാളികളായ ജനാർദ്ദനൻ, കുഞ്ഞുമോൻ, അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കടലിലേക്ക് പോകുകയായിരുന്ന വള്ളം തിരയടിയിൽപ്പെട്ട് ഉയർന്നു താഴുകയായിരുന്നു. ഈ സമയം വള്ളത്തിന്റെ അണിയത്ത് നിൽക്കുകയായിരുന്ന തൊഴിലാളികൾ നിലതെറ്റി വീഴുകയായിരുന്നു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായ മുത്തുവാണ് പിടിയിലായത്. സ്വന്തം മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. തിങ്കളാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ പെരുമ്പിലാവിലെ വീടിന് സമീപത്ത് വെച്ചാണ് കുന്നംകുളം പോലീസ് ഇയാളെ വീണ്ടും പിടികൂടിയത്. കൊടകരയിൽ പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ അതിമാരക രാസലഹരി കടത്തിയ കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിൽ. വലപ്പാട് മുരിയാത്തോട് സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ അജ്മലാണ് പിടിയിലായത്. കാഠ്മാണ്ഡുവിൽ നിന്നും ലോറിയിൽ കേരളത്തിലേക്ക് വരുന്നതിനിടയിൽ ബംഗളൂരുവിൽ വെച്ചാണ് ഇയാൾ പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. മെയ് 22-ന് 1/4 കിലോയോളം MDMAയും
LSD സ്റ്റാമ്പുകളുമായി ചന്ദ്രാപ്പിനി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ട് മുഹമ്മദ് ഫാസിൽ പിടിയിലായിരുന്നു. ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചത് അജ്മലിന് വേണ്ടിയാണെന്ന് വ്യക്തമായത്. കൊച്ചി കേന്ദ്രീകരിച്ച് കുടിവെള്ള വിതരണ ബിസിനസ് നടത്തിവന്ന ഇയാൾ ഇതിന്റെ മറവിലാണ് കേരളത്തിലെമ്പാടും ലഹരിമരുന്ന് ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. കൊടകര SHO ജെർലിൻ വി സ്കറിയ, ASI VD അജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതി അറസ്റ്റിൽ. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. പുത്തൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൊങ്ങംപാറ സ്വദേശി പാണ്ഡ്യൻ വീട്ടിൽ രമേശ് മകൻ ബദ്രിനാഥാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വീടിന്റെ മുറ്റത്ത് കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ ഗുരുദേവ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബദ്രിനാഥ്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കത്തിക്കയറുന്നു. ജില്ലയിൽ ഇറച്ചിക്കോഴിക്ക് റീറ്റെയിൽ വില കിലോയ്ക്ക് 173 രൂപയും മൊത്തവില 155 രൂപയുമാണ്. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ വ്യാപാരികൾ 10 രൂപ കുറച്ച് 163 രൂപയ്ക്കാണ് 3 ദിവസമായി ഇറച്ചിക്കോഴി വിൽക്കുന്നത്. ഇറച്ചിക്കോഴിയുടെ മൊത്ത വ്യാപാര വില കിലോയ്ക്ക് 155 രൂപയാണ്. ഇന്ധന വില വർധനവിന് പുറമെ കോഴിത്തീറ്റയുടെ വിലയിലുണ്ടായ ക്രമാതീത വർധനവാണ് കോഴിവില ഇപ്പോൾ ഇത്രയും കൂടാനിടയാക്കിയതെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. കാലവർഷം ശക്തമാകുന്നതോടെ കോഴിവില പൊതുവെ കുറയുന്ന പതിവിന് വിപരീതമായാണ് ഇപ്പോഴത്തെ വിലകയറ്റം. അതേസമയം ഈ മാസം 17-ന് കർക്കിടക മാസം തുടങ്ങുന്നതോടെ രാമായണ മാസ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിശ്വാസികൾ ഇറച്ചി വിഭവങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടാകും. അതോടെ മാംസവിൽപ്പന പൊതുവെ കുറയുകയും ഇറച്ചിക്കോഴിക്കുൾപ്പെടെ വില കുറയുകയും ചെയ്യുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വില കൂടിയിട്ടും ഇറച്ചിക്കോഴി വിൽപ്പനയിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു. TCV തൃശൂർ. ആവശ്യത്തിന് പോലീസുകാരില്ല. പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ കൂടിയ പ്രവർത്തന പരിധി മൂലം ക്രമസമാധാന വിഷയങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതിനെ തുടർന്നാണ് പെരിങ്ങോട്ടുകരയിൽ ഔട്ട് പോസ്റ്റ് ആരംഭിച്ചത്. 10 വർഷം മുൻപ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഔട്ട് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ക്രമസമാധാന പ്രശ്നങ്ങളും ലഹരി സംഘങ്ങളും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന താന്യം, ചാഴൂർ പഞ്ചായത്തുകളിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ ഔട്ട് പോസ്റ്റ്. മാസങ്ങൾക്ക് മുൻപ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഔട്ട് പോസ്റ്റാണ് അടുത്ത കാലത്തായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനമില്ലാത്തതിന്റെയും പേരിൽ പ്രവർത്തനം നിലച്ചിരിക്കുന്നത്. അന്തിക്കാട് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെയും വാഹനത്തിന്റെയും കുറവ് മൂലം ഇവിടെയായിരുന്ന പോലീസിനെയും വാഹനവും അവിടേക്ക് മാറ്റിയതാണ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ പ്രധാന കാരണം. വിഷയം നിയമസഭയിലും ഉയർന്നിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ഒരു വാഹനം അനുവദിച്ചുവെങ്കിലും പെരിങ്ങോട്ടുകര ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം സജീവമായിട്ടില്ല. എത്രയും വേഗം ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി ആവശ്യപ്പെട്ടു. അടഞ്ഞു കിടക്കുകയാണ്. ഒരു പോലീസോ അല്ലെങ്കിൽ അവിടെ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ജീപ്പില്ല, മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 10 വർഷം മുമ്പ് അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഔട്ട് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രസ്താവന അന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആള് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് ശ്രദ്ധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുന്നു. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാർക്ക് പിന്തുണയേകി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ അമല ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വിലങ്ങൻകുന്ന് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അമല ആശുപത്രിക്ക് മുന്നിലെ സമരപന്തലിലേക്ക് സമാപിച്ചു. പ്രതിഷേധ യോഗം AITUC സംസ്ഥാന പ്രസിഡന്റും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ VK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ഡോക്ടർ PS ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മോഹൻകുമാർ, അബ്ദുൽ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AM സുരേഷ്, M കുമാർ, ADYO സംസ്ഥാന പ്രസിഡന്റ് EV പ്രകാശ്, SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുജ ആന്റണി, UNA സംസ്ഥാന കമ്മിറ്റി അംഗം ലിജോ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. അഭിവാദ്യങ്ങൾ നേരുന്നു.
വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് ജീപ്പ് തടഞ്ഞ് MVI പിഴ ഈടാക്കി. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവാണ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് കാട്ടി 4000 രൂപ പിഴ ഈടാക്കിയത്. ഇന്നലെ രാത്രി പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെ ഉത്രാളിക്കാവിന് സമീപത്ത് വെച്ചായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം വട്ടം വെച്ച് പിടികൂടിയത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2000-ഉം ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2000 രൂപയും ചേർത്ത് 4000 രൂപയാണ് പിഴ ഈടാക്കിയത്. എന്നാൽ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്നും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ് ഇല്ലാത്തതെന്നും പോലീസ് പറഞ്ഞു. പോലീസ് വാഹനത്തിന് വട്ടം വെച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഗ്യാസ് സിലിണ്ടർ ബന്ധിപ്പിക്കുന്നതിനിടയിൽ റെഗുലേറ്റർ നോബ് പൊട്ടിത്തെറിച്ചു. പഴയന്നൂർ കിള്ളിനിക്കടവ് പാലക്കപ്പറമ്പിൽ സുമേഷിന്റെ വീട്ടിലാണ് സംഭവം. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. കാലിയായത് മാറ്റി പുതിയ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ നോബ് ബന്ധിപ്പിച്ചു കഴിഞ്ഞ് സെക്കൻഡുകൾക്കകം പൊട്ടിത്തെറിക്കുകയായിരുന്നു. പരിഭ്രാന്തനായ സുമേഷ് അടുക്കളയിൽ നിന്നും ഇറങ്ങിയോടി. വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ചോർച്ച പരിഹരിച്ച് സിലിണ്ടർ സുരക്ഷിതമായി മാറ്റി. പഴയന്നൂർ പഞ്ചായത്ത് അംഗങ്ങളായ P. കൃഷ്ണകുമാർ, മനോജ് എന്നിവർ സുമേഷിന്റെ വീട് സന്ദർശിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വില കുറച്ചേക്കുമെന്നാണ് സൂചന. അസംസ്കൃത എണ്ണവില നിലവിലെ നിരക്കിൽ തുടരുകയാണെങ്കിൽ അടുത്ത 7 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ പെട്രോൾ ഡീസൽ വിൽപ്പനയിലെ നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കാൻ കമ്പനികൾക്ക് സാധിക്കും. മെയ് 15-ന് ശേഷം രാജ്യത്ത് ഇന്ധനവിലയിൽ ലിറ്ററിന് 7.5 രൂപയോളം വർധനയുണ്ടായിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന പിൻവലിക്കുക, മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്ന് AG's ഓഫീസ് കവാടത്തിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി KP സണ്ണി, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം TS ബൈജു, തൃശൂർ ഡ്രൈവിംഗ് സ്കൂൾസ് യൂണിയൻ സെക്രട്ടറി G രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ പ്രദിൻ, പ്രഭാകരൻ, സിദ്ദിഖ്, MK ബാലകൃഷ്ണൻ, മോൻസി പോൾ, CS രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെയും ടൂറിസം വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല രാജൻ J. പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ടൂറിസവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല എന്ന പരാതി തനിക്കുണ്ടെന്നും താനും അതിൽ കുറ്റക്കാരനാണെന്നും രാജൻ J. പല്ലൻ പറഞ്ഞു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാനടക്കം വിചാരിച്ചിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖകരമായ സത്യം എനിക്കുണ്ട്. എന്നിരുന്നാൽ പോലും തൃശ്ശൂർ എന്ന് കേട്ടാൽ നമുക്ക് എന്താണ് ആദ്യം ഓർമ്മ വരിക? തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരമാണ് നാടാകെ, ലോകമാകെ, കേരളത്തെ പോലും അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ പേരിലാണ് ലോകത്തിലെ. അപ്പൊ ലോകത്തിലെ മലയാളികളെ തിരിച്ചറിയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ പേരിലാണ്. കേരള ഹാറ്റ്സ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM പുഷ്പാങ്കദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സംസ്ഥാന ടൂറിസം ഉപദേശക സമിതി അംഗം MP ശിവദത്തൻ, കേരള ഹാറ്റ്സ് തൃശൂർ ജില്ലാ സെക്രട്ടറി PD ഷാജൻ, തൃശൂർ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ S ശ്രീജിത്ത്, ഇമിഗ്രേഷൻ ഓഫീസർ അഖിൽ വിക്രം തുടങ്ങിയവർ പങ്കെടുത്തു. ജനജീവിതം ദുസ്സഹമാക്കുന്ന ചേലക്കര മേഖലയിലെ കാട്ടാന ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. കാട്ടാനകളെ പീച്ചി റിസർവോയിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ശക്തമായ പ്രതിരോധ സംവിധാനം തീർക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹംസ എളനാട്, ഷാജഹാൻ എളനാട്, ചേലക്കര മണ്ഡലം സമര വിഭാഗം കൺവീനർ MM മൊയ്തുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിവേദനം കൈമാറിയത്. പരിഹാര നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വെൽഫെയർ പാർട്ടി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ഇടവേള. French Dairy Pistachio Kunafa Bar. സ്വപ്നങ്ങൾ
എപ്പോഴും ദൂരെയെന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ. ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്. ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം. കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. വാർത്തയിലേക്ക്. ചാവക്കാട് തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ഭീമൻ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. 25 അടിയോളം നീളമുള്ള തിമിംഗലത്തിന്റെ ജഡം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ഇതോടെ പ്രദേശത്താകെ കടുത്ത ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. അടുത്തിടെയായി മേഖലയിൽ തിമിംഗലം ഉൾപ്പെടെയുള്ള വലിയ കടൽ ജീവികൾ ചത്ത നിലയിൽ കരക്കടിയുന്നത് തീരദേശവാസികളിൽ ആശങ്കയുയർത്തുന്നുണ്ട്. വിവരമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ എച്ച് അക്ബർ, വാർഡ് കൌൺസിലർ തനൂജ ഷാഫി, നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ആതിഥേയരായ അമേരിക്ക പുറത്ത്. 4-1 അമേരിക്കയെ തകർത്ത് ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്പെയിനിന് മുന്നിൽ കീഴടങ്ങിയതോടെ പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കിരീടമോഹങ്ങൾ അവസാനിച്ചു. സ്വന്തം നാട്ടിൽ USA പ്രതീക്ഷകൾക്ക് പ്രീ ക്വാർട്ടർ വരെ മാത്രം ആയുസ്. 4 ഗോളുകൾ ബെൽജിയം അടിച്ചുകൂട്ടിയപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞത് ഒരെണ്ണം മാത്രം. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ചാൾസ് ഡി കെറ്റ്ലെയറാണ് ബെൽജിയത്തിന്റെ വിജയശില്പി. ഹാൻസ് വനാക്കൻ, റൊമേലു ലുക്കാക്കു എന്നിവരാണ് മറ്റു ഗോളുകൾ നേടിയത്. ചുവപ്പുകാർഡിനെ തുടർന്ന് ഒരു മത്സരത്തിൽ നിന്ന് പുറത്തായിരുന്ന USA സൂപ്പർ താരം ഫൊലാരിൻ ബലോഗിന് ഫിഫയുടെ പ്രത്യേക ഇളവിലൂടെ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ബലോഗിന്റെ സാന്നിധ്യമുണ്ടായിട്ടും പ്രതിരോധ നിരയിലെ പിഴവുകൾ അമേരിക്കയ്ക്ക് വിനയായി. ഫ്രീ കിക്കിലൂടെ മാലിക് ടിൽമാലാണ് US വേണ്ടി ഏക ഗോൾ നേടിയത്. പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിൻ തോൽപ്പിച്ചത്. പകരക്കാരനായി ഇറങ്ങിയ മിഗേൽ മെറീനോ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോൾ സ്പെയിന് ക്വാർട്ടർ ബർത്ത് സമ്മാനിച്ചു. മത്സരശേഷം വികാരാധീനനായാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളം വിട്ടത്. തന്റെ അവസാന ലോകകപ്പ് കളിച്ച റൊണാൾഡോ പൊട്ടിക്കരഞ്ഞത് ആരാധകർക്കും നൊമ്പരക്കാഴ്ചയായി. അതേസമയം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പെട്ടെന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് 41-കാരനായ താരം വ്യക്തമാക്കി. അതിനിടെ പോർച്ചുഗൽ ദേശീയ ടീം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് സ്ഥാനം രാജിവെച്ചു. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും അന്താരാഷ്ട്ര വേദിയിൽ നേർക്കുനേർ വരുന്ന പോരാട്ടത്തെ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പുലർച്ചെ 1:30 നടക്കുന്ന മറ്റൊരു പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡും കൊളംബിയയും നേരിടും. പുത്തൂർ സ്വദേശികളായ കുറുപ്പത്ത് വീട്ടിൽ സന്തോഷ്, അശ്വതി ദമ്പതികളുടെ ഇളയ കുട്ടിയുടെ പേരിടൽ വ്യത്യസ്തമായി. നാടെങ്ങും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ കടുത്ത അർജന്റീന ആരാധകരായ ഇവർ ഇളയ കുട്ടിയുടെ പേരിടൽ ചടങ്ങാണ് വ്യത്യസ്തമാക്കിയത്. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ ബോർഡിൽ പേരും അർജന്റീന ടീമിന്റെ ജേഴ്സി അണിഞ്ഞ കുട്ടിയുടെ ഫോട്ടോയും അർജന്റീന ടീമിന്റെ കൊടിയുടെ നിറത്തിലുള്ള ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചതും വ്യത്യസ്തമായി. സായ എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ലഹരി വിരുദ്ധ ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മദ്യവിമോചന പ്രവർത്തക മഞ്ജുഷ രാജേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ ജബ്ബാർ, ബേബി കണ്ണമ്പാടത്തി, അബ്ബാസ് അലി എറനാട്, ഹമീദ് മനക്കുടി, ശശി നെറ്റിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞല ഉദ്ഘാടനം ചെയ്തു. അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ബ്രസീൽ, നെതർലാൻഡ്സ്, സ്പെയിൻ തുടങ്ങിയ 8 ടീമുകളുടെ പേരിലായിരുന്നു പോരാട്ടങ്ങൾ. ഫൈനലിൽ ബ്രസീൽ ടീമിനെ
പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് നെതർലാൻഡ്സ് കിരീടം ചൂടി. ക്ലബ് ഭാരവാഹികളായ റീമോൻ ആന്റണി, PR സുധീർ, KP പ്രദീപ്, MV രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും ഫ്രഷേഴ്സ് ഡേയും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ AJ പ്രിൻസി, വാർഡ് മെമ്പർ വിൻസെന്റ് പിടിയത്ത്, MPTA പ്രസിഡന്റ് NV ശ്രീജി, PTA വൈസ് പ്രസിഡന്റ് സിജോ ഇടപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിനെതിരെ കേസെടുത്ത സർക്കാർ നടപടിക്കെതിരെ തിരുവില്ലാമലയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഹിന്ദു ഐക്യവേദി തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി വേണു P. നായർ, താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. ആവശ്യമായ രേഖകൾ ലഭ്യമാക്കി KSEBക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസിൽ വൈദ്യുതി എത്തിയത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് സ്വിച്ച് ഓൺ ചെയ്തു. വൈസ് പ്രസിഡന്റ് MV മിനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾസൺ, പോസ്റ്റ് മാസ്റ്റർ TV വർഷ, പോസ്റ്റ് വുമൻ KN നിത, പഞ്ചായത്ത് അംഗങ്ങളായ CB പൗലോസ്, സുമ ആന്റണി തുടങ്ങിയവർ സന്നിധരായിരുന്നു. കാറളം പഞ്ചായത്തിൽ LDFന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് വിജിൽ വിജേഷ് അധ്യക്ഷനായിരുന്നു. കൃപേഷ് ചെമ്മണ്ട, ഷൈജു കുറ്റിക്കാട്, പ്രിയ കുഞ്ഞിലിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. പ്രസ് ക്ലബ്ബും നഗരസഭാ കൌൺസിലർമാരും തമ്മിലായിരുന്നു മത്സരം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വടക്കാഞ്ചേരി ലിജിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടർഫിലായിരുന്നു മത്സരം നടന്നത്. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീനിയർ ചേംബർ പ്രസിഡന്റ് റോയ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, കൌൺസിലർമാരായ PN വൈശാഖ്, സിന്ധു സുബ്രഹ്മണ്യൻ, E. കൃഷ്ണനുണ്ണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത്ത് മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ നഗരസഭാ ടീം 4-1 വിജയിച്ചു. കളഞ്ഞുപോയ സ്വർണമാല ഉടമസ്ഥന് നൽകി പാടൂർക്കടവ് ചായക്കൂട്ടം കടയിലെ ജീവനക്കാരൻ ഹനീഫ മാതൃകയായി. മുല്ലശ്ശേരി താണവീഥിയിലുള്ള ചങ്ങരക്കുമ്മരത്ത് പ്രവീണിന്റെ 2 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടപ്പെട്ടത്. കടയിൽ ചായ കുടിക്കാൻ എത്തിയതായിരുന്നു പ്രവീൺ. ഇതിനിടയിലാണ് മാല നഷ്ടപ്പെട്ടത്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്വർണ്ണമാല ഉടമസ്ഥന് കൈമാറി. വെങ്കിടം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വെങ്കിടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിത കബീർ, വാർഡംഗം ബുഷ്ര അക്ബർ എന്നിവർ സത്യസന്ധതയ്ക്ക് മാതൃകയായ ഹനീഫയെ അനുമോദിച്ചു. പഴയന്നൂർ തിരുവില്ലാമല സംസ്ഥാന പാതയിൽ നിന്നും കുത്താമ്പുള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. കുത്താമ്പുള്ളി മായന്നൂർ പാലം യാഥാർത്ഥ്യമായതോടെ വാഹനപ്പെരുപ്പം വർദ്ധിച്ചു. കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലേക്കുള്ള വാഹനങ്ങളും ഒറ്റപ്പാലത്തെ ആശുപത്രികളിലേക്കുള്ള ആംബുലൻസുകളും ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. കവലയിലുള്ള തട്ടുകടകളും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്നലെ തന്നെ അവിടെ ഒരു ആക്സിഡന്റ് ആയി. ഞാൻ നേരെ അവരുടെ കൊണ്ടാഴി പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അവർ ഞാൻ പഴയന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് ഞായറാഴ്ച പഴയന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിക്ക ദിവസം അവിടെ ആക്സിഡന്റ് ആണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ജില്ലാ പഞ്ചായത്ത് അംഗം ആക്സിഡന്റിൽ പെട്ട് തൊട്ട് ആ കടയിലെ മറന്നു. അപ്പോൾ ആൾ ചികിത്സയിലായിരുന്നു കുറച്ചു കാലം. തിരുവില്ലാമല തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഭാഗത്ത് കുത്താമ്പള്ളിയിലേക്ക് തിരിയുന്ന CIT ജംഗ്ഷനിൽ സിഗ്നലില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെട്ടിരിക്കും. കുത്താമ്പള്ളി പാലം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഈ ഭാഗം വഴിയാണ് പോകുന്നത്. അപ്പോൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് ഒരു സിഗ്നൽ ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ 5ാമത് CF ജോർജ് മാസ്റ്റർ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു. നാടക പ്രവർത്തകനും അഭിനേതാവുമായ മാത്യൂസ് പാവറട്ടിക്ക് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുരസ്കാരം സമ്മാനിച്ചു. 5000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്രപഠന കേന്ദ്രം റിട്ടയർഡ് പ്രിൻസിപ്പാൾ M. നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു. കാർട്ടൂണിസ്റ്റ് കുട്ടി എടക്കഴിയൂർ, നടൻ ശിവജി ഗുരുവായൂർ, ഡോക്ടർ CL ജോഷി, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മുതുവട്ടൂരിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ അതിഥി തൊഴിലാളി പാമ്പുകടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുല്ല് വൃത്തിയാക്കുന്നതിനിടെയാണ് അതിഥി തൊഴിലാളിയെ അണലി കടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തൊഴിലാളി ബൂട്ട് അണിഞ്ഞിരുന്നതിനാൽ കാലിൽ കടിയേറ്റില്ല. മലമ്പാമ്പാണെന്ന് ധാരണയിൽ മാറ്റാൻ ശ്രമിച്ചതോടെ അണലി ചീറ്റിയെടുത്തു. ഇതോടെ തൊഴിലാളി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. 4 അടിയോളം നീളമുള്ള പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ കർക്കടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുടെ പത്രികാ പ്രകാശനം നടന്നു. ക്ഷേത്രം മേൽശാന്തി അരിഞ്ഞോട്ടം പ്രസാദ് നമ്പൂതിരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയന് ആദ്യ പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ഊരകം ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KB പ്രജിത്ത്, പൊതുപ്രവർത്തകൻ V ശ്രീരാജ്, മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴമ്പാലക്കോട് SMM സ്കൂളിൽ പ്രതിഭോത്സവം സംഘടിപ്പിച്ചു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാദേവി, ജനപ്രതിനിധികളായ M. രാജേഷ്, M. വിഷ്ണു, ബിനുമോൾ, സ്കൂൾ മാനേജർ EP വർഗീസ്, പ്രിൻസിപ്പൽ K. അജയ്, പ്രധാന അധ്യാപിക മിനി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് USS 1500 രൂപ സ്കോളർഷിപ്പ് അഭിലാഷ് കേൾക്കും. കൊടുങ്ങ സൈറിൻ സ്പെഷ്യൽ സ്കൂളിൽ കാൻഡിൽ മേക്കിംഗ് കോഴ്സ് തുടങ്ങി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ JSS ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പ്രബീഷ്, സുമ ആന്റണി, സിസ്റ്റർ നവ്യ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനായ കുഞ്ഞാലിപ്പാറ സ്വദേശി TK സുദർശനെ ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ജൈവ കർഷക സമിതി യൂണിറ്റ് പ്രസിഡന്റ് VK കാസിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കലും ചേർന്ന് TK സുദർശനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ VU ദിവ്യ, പഞ്ചായത്ത് മെമ്പർ ബിന്ദു മനോജ് കുമാർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കിഷോർ കിഴക്കേ കോടാലി, കേരള ജൈവ കർഷക സമിതി ഭാരവാഹികളായ KB സന്ദീപ്, TA ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM ജുഗുനു അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോഷ, പ്രിൻസിപ്പാൾ ഡൊമിനിക് സാവിയോ, പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റാട്ടുകരയിൽ PD തരിയൻ മെമ്മോറിയൽ YMCA മെറിറ്റ് ഡേ ആഘോഷിച്ചു. മണലൂർ MLA C രവീന്ദ്രനാഥ് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. 100% വിജയം കൈവരിച്ച പഞ്ചായത്തിലെ 4 വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരവും നൽകി. YMCA പ്രസിഡന്റ് ജസ്റ്റിൻ തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ YMCA സബ് റീജിയൻ ചെയർമാൻ ജോബിൻ പീറ്റർ, എളവള്ളി പഞ്ചായത്ത് മെമ്പർ PD ജോസ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KT ലിംസൺ, ജോഷി K വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ ഒരു ഭാഗം കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ നോവലുകളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കാണികൾക്ക് പരിചയപ്പെടുത്തി. അനുസ്മരണ പരിപാടികൾക്ക് പ്രധാന അധ്യാപിക നിഷ ആന്റണി, SRG കൺവീനർ K രാധിക എന്നിവർ നേതൃത്വം നൽകി. മതിലുകളിലെ ഒരു ചെറിയ രംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. 4 C വിദ്യുതും 4
CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ നിർവഹിച്ചു. മരത്തങ്കോട് സ്വദേശി ഗോപിയുടെ 65 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, KK മണി, സുഗിജ സുമേഷ്, കർഷക സംഘം പന്നിത്തടം മേഖലാ സെക്രട്ടറി V ശങ്കരനാരായണൻ, പ്രസിഡന്റ് MK ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കർമ്മസേന രൂപീകരിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ P സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ദിനവാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ PTA പ്രസിഡന്റ് MJ സിജോ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഫർസാന റഫീഖ്, സെക്രട്ടറി അഞ്ജലി, അധ്യാപകരായ ജീനി, സിസ്റ്റർ ലിസ്ന, സിസ്റ്റർ ഷിൻസി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് ബെല്ല ഇവന്റ്സിന്റെ പുതിയ ഓഫീസ് നടുവിലാലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച ബെല്ല ഇവന്റ്സിന്റെ പുതിയ ഓഫീസ് നടുവിലാലിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റോഡിലെ കള്ളിയത്ത് ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ബെല്ല ഇവന്റ്സ് പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടുവിലാൽ തിരുവമ്പാടി ദേവസ്വം ബിൽഡിംഗിലെ പത്തായപ്പുര കോംപ്ലക്സിലേക്ക് പ്രവർത്തനം മാറ്റിയത്. ചടങ്ങിൽ MLA രാജൻ ജെ പല്ലൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കോർപ്പറേഷൻ കൌൺസിലർ KS സുമീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബെല്ല ഇവന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ VS ഡേവിഡ്, ആര്യ ഡേവിഡ്, മാനേജർ ലോറ ലോറൻസ്, ഫാദർ ബിനു ജോസഫ്, VA സന്തോഷ്, ബിന്ദു സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. വിവാഹങ്ങൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ, സർക്കാർ സ്വകാര്യ ചടങ്ങുകൾ, സ്റ്റേജ് ഡിസൈൻ, ഡെക്കറേഷൻ, ലൈറ്റിംഗ്, സൗണ്ട്, LED വോൾ, ഫോട്ടോഗ്രാഫി തുടങ്ങി സമഗ്രമായ ഇവന്റ് മാനേജ്മെന്റ് സേവനങ്ങളാണ് ബെല്ല ഇവന്റ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 9995446611 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,315 രൂപ, പവന് 1,06,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വയനാട് മണ്ണിടിച്ചിലിൽ 4 പേർ മരിച്ചു. കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. അപകടം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഴീക്കോട് അഴിമുഖത്ത് തിരമാലയിൽപ്പെട്ടുലഞ്ഞ വള്ളത്തിൽ വീണ 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി തമിഴ്നാട് സ്വദേശി മുത്തുവാണ് പിടിയിലായത്. കൊടകരയിൽ പാഴ്സൽ ലോറിയിൽ രാസലഹരി കടത്തിയ കേസിൽ ഒളിവിലായ പ്രതി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി അജ്മലാണ് പിടിയിലായത്. പുത്തൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൊങ്ങമ്പാറ സ്വദേശി ബദ്രിനാഥാണ് മരിച്ചത്. അപകടം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്നും ഷോക്കേറ്റ്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കത്തിക്കയറുന്നു. ജില്ലയിൽ ഇറച്ചിക്കോഴിക്ക് റീറ്റെയിൽ വില കിലോയ്ക്ക് 173 രൂപ കടന്നു. വില വർധനവിന് കാരണം കോഴിത്തീറ്റയ്ക്ക് വില കൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന് മുന്നിൽ കീഴടങ്ങി പോർച്ചുഗൽ. ആതിഥേയരായ അമേരിക്ക പുറത്ത്. ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ നേരിടും.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.